എറണാകുളം മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക്. തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതിരുന്ന കേസിലെ 16 പ്രതികളും ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരായി. പ്രോസിക്യൂഷൻ ആവശ്യപ്രകാരം പുതിയതായി ഉൾപ്പെടുത്തിയതടക്കമുള്ള കുറ്റപത്രം കോടതി ഇന്ന് പ്രതികളെ വായിച്ചു കേൾപ്പിച്ചു. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള കുറ്റങ്ങളെല്ലാം പ്രതികൾ കോടതിയിൽ നിഷേധിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു. ആജ്ഞ, കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി വലിയ വിമർശനം ഉന്നയിച്ചതാണ്. പ്രതികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടും അവർ കോടതിയിൽ ഹാജരാകാൻ ആയിരുന്നില്ല. ഒടുവിലാണ് ഇന്ന് തന്നെ നിർബന്ധമായി ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയത്, താക്കീത് നൽകിയത്. ഇപ്പോൾ 16 പ്രതികളും ഹാജരായിട്ടുണ്ട്. ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ടോം, ഇന്ന് പുതുതായി ചേർത്ത വകുപ്പ് വായിച്ചു കേൾപ്പിച്ചത് IPC 323 ആണ് പുതുതായി ചേർത്തത്. സിമ്പിൾ ഹേർട്ട്, മനഃപൂർവ്വം മറ്റൊരാളെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക എന്നുള്ളതാണ് അതിൽപ്പെട്ട വകുപ്പ്. അത് പ്രതികളെ വായിച്ചു കേൾപ്പിച്ചു. പുതുതായി ഒരു വകുപ്പ് ചേർക്കുമ്പോൾ അത് കേൾപ്പിക്കണം, അത് പ്രതികളെ കോടതി തന്നെ നേരിട്ട് വായിച്ച് കേൾപ്പിക്കണമെന്നാണ് നടപടിക്രമം. അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെയാണ് കോടതി നേരത്തെ ഈ പുതുതായി പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരം പുതുതായി ഒരു വകുപ്പ് ചേർത്തപ്പോൾ അത് വായിച്ച് കേൾപ്പിക്കാൻ എല്ലാ പ്രതികളും ഹാജരാകണമെന്ന് നേരത്തെ കോടതി നിർദ്ദേശിച്ചിരുന്നത്. അങ്ങനെ കഴിഞ്ഞ തവണ കോടതിയിൽ പ്രതികൾ ഹാജരായിരുന്നില്ല. അതിന് പല കാരണങ്ങളായിരുന്നു പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ചും ഇത് വായിച്ച് കേൾപ്പിക്കാൻ വേണ്ടി മാത്രം ഇവിടെ വരെ പ്രതികൾ വരേണ്ട സാഹചര്യമുണ്ടോ എന്ന് അഭിഭാഷകൻ കോടതി ചോദിക്കുകയുണ്ടായി. അപ്പോൾ തന്നെ കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു, പത്തനംതിട്ടയിൽ നിന്നും ഇടുക്കിയിൽ നിന്നും ആളുകൾക്ക് വരാൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? അപ്പോൾ മാധ്യമപ്രവർത്തകർ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നുള്ളതായിരുന്നു. അത് ഒരു പെറ്റീഷൻ പോലെയായിരുന്നു അന്ന്, പെറ്റീഷനായിട്ടായിരുന്നു അന്ന് അഭിഭാഷകൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നത്. പക്ഷേ അത് അങ്ങനെയെങ്കിൽ വിചാരണ സമയത്ത് ഇവരെങ്ങനെ നേരിടും മാധ്യമങ്ങളെ എന്നുള്ള ചോദ്യം കോടതി തിരിച്ചു ചോദിക്കുകയുണ്ടായി. ഇന്നും അതായത് മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ ദൃശ്യങ്ങൾ പകർത്തുന്നു എന്നുള്ള ഒരു ആംബിയൻസ് ഉണ്ടാക്കാൻ പ്രതിഭാഗം അഭിഭാഷകനും അദ്ദേഹത്തിന്റെ ജൂനിയറും കൂടി ശ്രമിക്കുന്ന സാഹചര്യം കോടതിക്കുള്ളിൽ ഉണ്ടായി. എന്തായാലും ദൃശ്യങ്ങൾ കോടതിക്കുള്ളിൽ വെച്ച് പകർത്തരുത് എന്നുള്ളത് ഒരു മിനിമം മാനദണ്ഡമാണ്. അത്തരം സാഹചര്യങ്ങൾ കൂടി വയലേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് പോയി മാധ്യമങ്ങൾ എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഇതിന്റെ കോടതിക്കുള്ളിൽ വെച്ച് ഉണ്ടാക്കാനുള്ള ശ്രമം കൂടി പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്നുള്ളതാണ്. എന്തായാലും 16 പ്രതികളും ഹാജരായിട്ടുണ്ട്. ഈ കുറ്റം ചുമത്തിയ പുതുതായി ചേർത്തിട്ടുള്ള കുറ്റം കൂടി വകുപ്പ് കൂടി കോടതി വായിച്ചു കേൾപ്പിച്ചു. അത് ചെയ്തിട്ടുണ്ടോ, വായിച്ചു കേട്ട് ബോധ്യപ്പെട്ടു എന്ന് പ്രതികൾ പറഞ്ഞു. ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഈ കുറ്റം ചെയ്തിട്ടില്ല, അതായത് സിമ്പിൾ ഹേർട്ട് എന്നുള്ള സംഭവം മനഃപൂർവ്വം ആക്രമിക്കത്തക്ക തരത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് പ്രതികൾ കുറ്റം നിഷേധിക്കുന്ന നടപടിയിലേക്കാണ് പോയത്. എന്തായാലും ഈ 17-ാം തീയതിയാണ് വീണ്ടും ഈ കേസ് പരിഗണിക്കുക. അതായത് 17-ാം തീയതിയാണ് ഈ സാക്ഷി വിസ്താരത്തിനുള്ള തീയതി എന്നാണ് നിശ്ചയിക്കുക. എന്ന് മുതൽ വിചാരണ തുടങ്ങുമെന്നുള്ള കാര്യങ്ങൾ 17-ാം തീയതി തീരുമാനിക്കും. എന്തായാലും ഇന്ന് അങ്ങനെയാണ്. അധികം നടപടിക്രമങ്ങളൊന്നുമില്ലാതെ തന്നെയാണ് കോടതി പിരിഞ്ഞത്. പ്രത്യേകിച്ചും 8 വർഷ കാലയളവിനുള്ളിൽ ഒരൊറ്റ തവണ മാത്രമായിരുന്നു പ്രതികൾ കോടതിയിൽ ഹാജരായതെന്ന് നേരത്തെ തന്നെ ഈ അഭിമന്യുവിന്റെ കുടുംബവും കോടതിയിൽ ബോധ്യപ്പെടുത്തിയിരുന്നതാണ്. ടോം, അതായത് അടുത്ത തിങ്കളാഴ്ച 17 എന്ന് പറയുമ്പോൾ അടുത്ത തിങ്കളാഴ്ചയാണ് ഇനി കേസ് പരിഗണിക്കുന്നത്. സ്വാഭാവികം എന്തായിരിക്കും ഇനി കോടതിയുടെ നടപടിക്രമങ്ങൾ? ഈ വിചാരണ നടപടിയുടെ രീതികൾ അത് ആദ്യം നടക്കുന്നത് സാക്ഷി വിസ്താരമാണോ? അതിന്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഈ വിഷയത്തിൽ സാക്ഷി വിസ്താരമാണ് നടക്കുക. സാക്ഷി വിസ്താരത്തിനുള്ള സമയക്രമമായിരിക്കും ഈ 17-ാം തീയതി തീരുമാനിക്കുക. മനസ്സിലാക്കുന്നത് 19-ാം തീയതി മുതൽ കോടതി നടപടികൾ, അതായത് വിചാരണയുമായി ബന്ധപ്പെട്ട നടപടികൾ തുടങ്ങുമെന്നാണ്. 4 മാസത്തിനുള്ളിൽ ഈ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. അതിന് മറ്റൊരു സമയം കൂടി നീട്ടിത്തരില്ല എന്ന് കോടതി, അതായത് അധിക സമയം നീട്ടിത്തരില്ല, ഇനി അതിൽ മാറ്റമുണ്ടാകില്ല എന്ന് മുൻപൊരു തവണ ഹൈക്കോടതി 9 മാസത്തെ സമയത്തിനുള്ളിൽ പൂർത്തിയാക്കണം എന്നൊരു നിർദ്ദേശം ഈ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നൽകിയിരുന്നതാണ്. പക്ഷെ അത് ആ സമയത്തും പൂർത്തീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് അഭിമന്യുവിന്റെ അമ്മ ഭൂപതി ഈ വിചാരണ നടപടികൾ നീണ്ടുപോകുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി വിചാരണ നടപടികൾ വേഗത്തിലാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുന്ന സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിലാണ് ഹൈക്കോടതി അടിയന്തരമായി 4 മാസത്തിനുള്ളിൽ തന്നെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണം എന്ന് പ്രിൻസിപ്പൽ സെഷൻസ് കോടതിക്ക് നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ അടിയന്തരമായി ഈ കേസ് പരിഗണിക്കുന്ന വിചാരണ നടപടികൾ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിലേക്ക് തന്നെയാണ് കോടതി. അതിന്റെ ഭാഗമായാണ് പ്രതികളോട് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടതിനനുസരിച്ചിട്ട് മറ്റൊരു വകുപ്പ് കൂടി ചേർക്കുകയും
അത് ചേർക്കാൻ അനുവദിക്കുകയും അത് വായിച്ചു കേൾപ്പിക്കാനുള്ള നീക്കത്തിലേക്കായിരുന്നു 16 പ്രതികളും കോടതിയിൽ ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ തവണയും പ്രതികൾ ഹാജരായില്ല. ഇത്തരത്തിൽ വിചാരണ നടപടികൾ നീട്ടിക്കൊണ്ടുപോകാനുള്ള നീക്കമാണ് പ്രതികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് വാദിഭാഗം മുന്നോട്ട് വെക്കുന്നതും. അതുകൊണ്ട് തന്നെ 4 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കുക എന്നുള്ളത് കോടതിയെ സംബന്ധിച്ചും ഇത് ഹൈക്കോടതിയുടെ ഉത്തരവാണ്. അതുകൊണ്ട് തന്നെ അടിയന്തരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 17 വിചാരണ തീയതി തീരുമാനിക്കുകയാണ്. സാക്ഷി വിസ്താരത്തില് സമയക്രമമാണ് പ്രധാനമായും 17 തീരുമാനിക്കുക. അതിനനുസരിച്ച് സാക്ഷി വിസ്താരത്തിന് ശേഷമായിരിക്കും സാക്ഷി വിസ്താരമായിരിക്കും ഒരു പക്ഷേ 19-ാം തീയതി മുതൽ തുടങ്ങുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 19-ാം തീയതി എന്നൊരു എക്സാക്ട് ഡേറ്റ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും 17-ാം തീയതിക്ക് ശേഷം ഇത് ആ തീയതി പ്രഖ്യാപിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മഹാരാജാസ് കോളേജ് വിദ്യാർത്ഥി അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിൽ വിചാരണ നടപടികൾ നിർണായക ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. തുടർച്ചയായി കോടതിയിൽ ഹാജരാകാതിരുന്ന കേസിലെ 16 പ്രതികളും ഇന്ന് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നേരിട്ട് ഹാജരായിട്ടുണ്ട്. ഇനി കേസ് പരിഗണിക്കുന്നത് വരുന്ന തിങ്കളാഴ്ച, അതായത് ഈ മാസം 17-ാം തീയതിയാണ്. അന്ന് ഈ സാക്ഷി വിസ്താരവുമായി ബന്ധപ്പെട്ട് സമയക്രമം, അതായത് അതിൻ്റെ തീയതി അടക്കം കോടതി നിശ്ചയിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും തങ്ങൾ കുറ്റം ചെയ്തിട്ടില്ല എന്നാണ് പ്രതികൾ പറയുന്നത്. തങ്ങൾക്കെതിരായുള്ള കുറ്റങ്ങളെല്ലാം പ്രതികൾ കോടതിയിൽ നിഷേധിച്ച സാഹചര്യമാണ് ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.